ഹലോ ഫ്രണ്ട്സ്, അപ്പോൾ ഇന്ന് നമ്മൾ വന്നിട്ടുള്ളതൊരു റിക്വസ്റ്റഡ് വീഡിയോ ആയിട്ടാണ്. അപ്പോൾ റോസ് ഫ്ലവർ എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് ചോദിച്ചിട്ട് കമൻറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അവർക്കുള്ള വീഡിയോ ആണ് കേട്ടോ. അപ്പോൾ വീഡിയോ ഇഷ്ടമാണെങ്കിൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് സപ്പോർട്ട് ചെയ്യുക. പിന്നെ ഇത് നിങ്ങൾക്ക് യൂസ്ഫുൾ ആയിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും കമൻറ്റ് ചെയ്യുക. ഒരു ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത് കേട്ടോ. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോവാം. അപ്പോൾ ഈ ഒരു ഫ്ലവർ നമുക്ക് പല വെറൈറ്റിയിൽ ഉണ്ടാക്കാൻ പറ്റും. അപ്പോൾ ഇത് അതിലുള്ള ഒരു മോഡൽ. അപ്പോൾ ഇനിയുള്ള മോഡൽ ഞാൻ നെക്സ്റ്റ് വീഡിയോയിലൊക്കെ ഉൾപ്പെടുത്താൻ ശ്രമിക്കുന്നുണ്ട്. അപ്പോൾ ഈ ഒരു ഫ്ലവർ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഞാൻ എടുത്തിരിക്കുന്നത് സിൽക്ക് മെറ്റീരിയലാണ്. അപ്പോൾ ഇത് എൻ്റെ അടുത്തുണ്ടായിരുന്നൊരു പീസാണ് കേട്ടോ. അപ്പോൾ അത് വെച്ചിട്ടാണ് ഞാനിപ്പോൾ ഫ്ലവർ ഉണ്ടാക്കുന്നത്. അപ്പോൾ ആദ്യം തന്നെ നമ്മൾ അംബ്രല്ല ഫ്രോക്കൊക്കെ ചെയ്യുന്ന പോലെ ഒന്ന് ത്രികോണത്തിൽ ഫോൾഡ് ചെയ്തെടുക്കുക. എന്നിട്ട് നമുക്ക് ഒന്നും കൂടെ ഫോൾഡ് ചെയ്യണം. അപ്പോൾ ഇത് കണ്ടോ, നമ്മൾ ഫ്രോക്കൊക്കെ ചെയ്യുമ്പോൾ ഫോൾഡ് ചെയ്യുന്ന പോലെയാണ്. ആദ്യം നമ്മൾ ചതുരാണ് മടക്കുക അല്ലേ, 2 ഫോൾഡിങ്, പിന്നെയാണ് നമ്മൾ ക്രോസിൽ മടക്കുക. ഇതിപ്പോൾ ആദ്യം തന്നെ നമ്മൾ ക്രോസായിട്ടാണ് മടക്കിയിട്ടുള്ളത് കേട്ടോ. അപ്പോൾ നമുക്ക് ഇത് കിട്ടാൻ എന്താണ് ഫ്ലവർ ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്ക് നീളത്തിൽ കുറച്ച് നീളം അധികമുള്ള പീസ് കിട്ടുക എന്നുള്ളതാണ് കേട്ടോ. പിന്നെ നമുക്ക് കുറേ കട്ട് ചെയ്തെടുക്കേണ്ട. ഒന്ന് ഫോൾഡ് ചെയ്തെടുത്തിട്ടുണ്ടെങ്കിൽ നമുക്ക് പെട്ടെന്ന് തന്നെ അത് കട്ട് ചെയ്തെടുക്കാൻ പറ്റും. അപ്പോൾ ഈ എക്സ്ട്രാ ഉള്ളത് ഞാൻ കട്ട് ചെയ്ത് കളയാണ് കേട്ടോ. നമുക്ക് ഈ ഒരു സ്ക്വയർ പീസ് മാത്രം മതി. അപ്പോൾ നമ്മൾ ഇങ്ങനെ ക്രോസായിട്ട് വെച്ചിട്ടുണ്ടെങ്കിൽ അത് നല്ലൊരു സ്ക്വയർ പീസായിരിക്കും. അപ്പോൾ ഇത് ഒന്നും കൂടെ ഫോൾഡ് ചെയ്തെടുക്കണം കേട്ടോ. അപ്പോൾ ഫോൾഡ് ചെയ്ത രീതി മനസ്സിലായല്ലോ. ഫസ്റ്റ് നമ്മൾ ക്രോസിൽ ഒന്ന് ഫോൾഡ് ചെയ്തു, പിന്നെ നമ്മൾ ഒന്നും കൂടെ ക്രോസിലാണ് ഫോൾഡ് ചെയ്തത്. പിന്നെ ഇതിങ്ങോട്ട് ഒന്നും കൂടെ ഫോൾഡ് ചെയ്ത് വെച്ച്. അപ്പോൾ ഇനി നമുക്ക് പെട്ടെന്ന് തന്നെ കട്ട് ചെയ്ത് കഴിയും കേട്ടോ. അപ്പോൾ ഇത് ഞാൻ 5 ഇഞ്ച് വീതിയിലാണ് എടുക്കുന്നത്. ലെങ്ത്ത്, അതായത് നമ്മളുടെ ഫ്ലവർ നമുക്ക് എത്രയും വലിപ്പം വേണോ അതിനനുസരിച്ചിട്ട് നമുക്ക് അതിൻ്റെ ലെങ്ത്ത് എടുക്കാം കേട്ടോ, നീളം. ഇപ്പോൾ 5 ഇഞ്ച് വീതിയിലാണ് ഞാൻ കട്ട് ചെയ്യുന്നത്. അപ്പോൾ ഇത് ഏറ്റവും മേലത്തെ ഭാഗം ഞാൻ 2.5 ഇഞ്ചാണ് മാർക്ക് ചെയ്ത് കൊടുത്തത്. അപ്പോൾ അപ്പുറത്ത് 2.5, അങ്ങനെ 5 ഇഞ്ച് ഉണ്ടാവും. പക്ഷേ ഇതിങ്ങനെ അല്ല കേട്ടോ കട്ട് ചെയ്യേണ്ടത്. ആദ്യം നമ്മളിതിൻ്റെ ഒരു അരിക് വശം, ഈ ഫോൾഡിങ് വശം ഉണ്ടല്ലോ, അതൊന്ന് കട്ട് ചെയ്ത് കളയുക. എന്നിട്ട് നമുക്ക് 5 ഇഞ്ച് തന്നെ മാർക്ക് ചെയ്തിട്ട് കട്ട് ചെയ്താൽ മതി കേട്ടോ. അപ്പോൾ നമ്മളിത് കട്ട് ചെയ്യുമ്പോഴല്ലേ നമുക്കിത് മനസ്സിലാവുള്ളൂ. എങ്കിലേ നമുക്ക് അതിൻ്റെ ആ ഒരു അറ്റം ഉണ്ടാവുമല്ലോ, അത് നല്ല ക്രോസ് ആയിട്ട് കിട്ടുള്ളൂ. അപ്പോൾ നമുക്കത് ജോയിൻ്റ് ചെയ്തെടുക്കാൻ എളുപ്പമായിരിക്കും. അതല്ലെങ്കിൽ അത് 2 സൈഡിലേക്കും ക്രോസായി വരും. അപ്പോൾ അതെങ്ങനെ ചെയ്യേണ്ടതെന്ന് ഞാൻ ലാസ്റ്റിൽ പേപ്പർ കട്ട് ചെയ്ത് കാണിക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഇതാ ബാലൻസ് ഉള്ളതൊക്കെ നമ്മൾ 5 ഇഞ്ച് മാർക്ക് ചെയ്തിട്ടൊന്ന് കട്ട് ചെയ്തെടുക്കുക. അപ്പോൾ ഞാനതിങ്ങനെ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. അപ്പോൾ ഇത് നിവർത്തിയിട്ടുണ്ടെങ്കിൽ നമുക്ക് 2 സൈഡും ഇങ്ങനെ ക്രോസ് ആയിട്ട് കിട്ടണം, എങ്കിലേ നമുക്കത് കറക്റ്റിൽ ജോയിൻ്റ് ചെയ്തെടുക്കാൻ പറ്റുള്ളൂ കേട്ടോ. അപ്പോൾ ഇതാ ഈ 2 പീസും ഇതുപോലെ വെച്ചിട്ട് ജോയിൻ്റ് ചെയ്തെടുക്കുക കേട്ടോ. അപ്പോൾ അത് രണ്ടും കൂടി ചേരുന്ന ആ ഒരു പോയിൻ്റ് ഉണ്ടല്ലോ, അവിടെയാണ് നമ്മൾ സ്റ്റിച്ച് ചെയ്ത് കൊടുക്കേണ്ടത് കേട്ടോ. അപ്പോൾ അതുപോലെ ആക്കി വെച്ചിട്ട് വേണം സ്റ്റിച്ച് ചെയ്യാൻ. ഇപ്പോൾ കണ്ടോ, 2 സൈഡിൽ ആ ഒരു ജോയിൻറ്റിൽ നമ്മൾ വെച്ചെങ്കിൽ മാത്രമേ രണ്ടും ഇങ്ങനെ കൂടി ചേരുന്നൊരു ഭാഗം, അപ്പോൾ ആ ഭാഗത്ത് കൂടെ നമ്മൾ സ്റ്റിച്ച് ചെയ്തെടുക്കണം. എങ്കിലേ ഇത് നമുക്ക് നല്ല അതേ കറക്റ്റിൽ തന്നെ നമുക്ക് കിട്ടുള്ളൂ കേട്ടോ. അപ്പോൾ അല്ലെങ്കിൽ ഒന്ന് കുറച്ച് മേലേക്കോ അല്ലെങ്കിൽ താഴേക്കൊക്കെ ആയി നിൽക്കും. അപ്പോൾ അതൊരു വൃത്തികേടായിരിക്കും. ഇത് നമുക്ക് കറക്റ്റായിട്ട് അതുപോലെ തന്നെ കിട്ടണമെങ്കിൽ അതുപോലെ ജോയിൻ്റ് ചെയ്യുക തന്നെ വേണം കേട്ടോ. അപ്പോൾ നമ്മളിവിടെ ഇങ്ങനെ ജസ്റ്റ് ആ ഒരു അറ്റത്ത് കൂടെ സ്റ്റിച്ച് ചെയ്ത് പോയിട്ട് കാര്യമില്ല. നമ്മൾ കറക്റ്റ് ഇങ്ങനെ വെച്ചിട്ട് രണ്ടും കൂടി ചേരുന്ന ആ ഒരു പോയിന്റിൽ കൂടെ തന്നെ സ്റ്റിച്ച് ചെയ്തെടുക്കുക കേട്ടോ. അപ്പോൾ ഇതുപോലെ സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട്. അപ്പോൾ ഇത് നിവർത്തി വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്കിതാ ആ 2 പീസും നമുക്ക് കറക്റ്റായിട്ട് തന്നെ കിട്ടണം കേട്ടോ. പിന്നെ അതിൻ്റെ ഒരു അറ്റം ഇങ്ങനെ കട്ട് ചെയ്യാനുണ്ടാവും. അപ്പോൾ അതൊക്കെ ഒന്ന് കട്ട് ചെയ്തിട്ട് വൃത്തിയായിട്ട് എടുക്കുക. എന്നിട്ട് ആ ഒരു തയ്യൽ തുമ്പുണ്ടല്ലോ, അത് 2 ഭാഗത്തേക്കും ഇങ്ങനെ വെച്ചിട്ടൊന്ന് അയൺ ചെയ്തെടുക്കുക. അപ്പോൾ എല്ലാ ജോയിൻറ്റും നമുക്കിതുപോലെ ഒന്ന് അയൺ ചെയ്തെടുത്താൽ അതൊന്നൊന്ന് പതിഞ്ഞ് നിന്നോളൂ കേട്ടോ. പിന്നെ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ഉള്ളതൊന്ന് കട്ട് ചെയ്തിട്ടൊന്ന് വൃത്തിയാക്കിയിട്ടെടുക്കുക. ഇനി ഇതൊന്ന് ഫോൾഡ് ചെയ്ത് വെച്ചിട്ട് അതിൻ്റെ അരികിലൂടെ ഒന്ന് സ്റ്റിച്ച് ചെയ്തെടുക്കണം. അപ്പോൾ ഇതുപോലെ ഒന്ന് ഫോൾഡ് ചെയ്യുക. നല്ല വശം ഉൾവശത്തായിട്ട് വരണം. നമുക്കിത് ഫോൾഡ് ചെയ്ത് സ്റ്റിച്ച് ചെയ്തിട്ടൊന്ന് മറിച്ചെടുക്കാനുള്ളതാണ് കേട്ടോ. അപ്പോൾ ഇതിൻ്റെ അരികിലൂടെ ഒന്ന് സ്റ്റിച്ച് ചെയ്തെടുക്കുക കേട്ടോ. അപ്പോൾ ഇതിൻ്റെ അരികിലൂടെ ഒന്ന് സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഇത് നമുക്കൊരു സ്ക്രൂ ഡ്രൈവറോ എന്തെങ്കിലുമൊക്കെ വെച്ചിട്ട് ഒന്ന് മറിച്ചെടുക്കാം. അപ്പോൾ ഇത് വളരെ ഈസി ആയിട്ട് തന്നെ നമുക്കിത് മറിച്ചെടുക്കാം കേട്ടോ. അപ്പോൾ മറിച്ചെടുത്ത് കഴിഞ്ഞതിന് ശേഷം നമുക്കിതൊന്ന് നന്നായിട്ട് തന്നെ അയൺ ചെയ്തെടുക്കണം.
അപ്പോൾ ഇത് നമ്മൾ ആ ഒരു സ്റ്റിച്ച് ചെയ്തതുണ്ടല്ലോ അതിങ്ങനെ കറക്റ്റായിട്ട് വെച്ചിട്ട് ഒന്ന് അയൺ ചെയ്തെടുക്കുക. നല്ല പ്രസ് ചെയ്ത് തന്നെ ഒന്ന് അയൺ ചെയ്തെടുക്കുക കേട്ടോ. അപ്പോൾ ഇത് ഒരു എന്താ പറയുക, നമ്മൾ എത്ര അയൺ ചെയ്താലും നമുക്ക് ആ ഒരു നല്ല ഒരു ഇതായിട്ട് ഷാർപ്പായിട്ട് കിട്ടില്ല കേട്ടോ. അതുപോലുള്ളൊരു മെറ്റീരിയലാണ്. അപ്പോൾ നമ്മളൊന്ന് ഫോൾഡ് ചെയ്തിട്ടൊന്ന് അയൺ എടുത്തിട്ടുണ്ടെങ്കിൽ നന്നായിട്ട് തന്നെ നല്ല എന്താ പറയുക, ആ വക്കൊക്കെ നല്ല ക്ലിയർ ആയിട്ട് നിൽക്കുന്നതൊക്കെ ആണെങ്കിൽ നല്ല ഭംഗിയായിരിക്കും കാണാൻ കേട്ടോ. അപ്പോൾ നമ്മൾ അയൺ ചെയ്ത് കഴിഞ്ഞതിന് ശേഷം ഇതുപോലെ ഒന്ന് കുഞ്ഞു പ്ലീറ്റ് ഇട്ട് കൊടുക്കുക. അപ്പോൾ ഇതിൻ്റെ അറ്റം നമുക്കിങ്ങനെ ക്രോസ് ആയിട്ടായിരിക്കും കിട്ടുക. അപ്പോൾ അവിടെ നിന്നേ നമ്മൾ ഈ ഒരു പ്ലീറ്റ് ഇട്ട് തുടങ്ങാം കേട്ടോ. അപ്പോൾ നമ്മളുടെ ഈ ഒരു എന്താ പറയുക, നമ്മളെ സ്റ്റിച്ചൊക്കെ അയക്കുന്ന ബട്ടൺ ഹോളൊക്കെ നമ്മൾ ഓപ്പൺ ചെയ്ത് കൊടുക്കുന്ന ആ ഒരു ടൂളാണ് കേട്ടോ ഇത്. അപ്പോൾ ഇത് വെച്ചിട്ട് നമുക്കിങ്ങനെ കുഞ്ഞു പ്ലീറ്റ് ആക്കിയിട്ട് എടുക്കാൻ പറ്റും. അപ്പോൾ ഇനി ഇത് കംപ്ലീറ്റ് ആയിട്ട് നമുക്കിതുപോലെ കുഞ്ഞു പ്ലീറ്റായിട്ട് സ്റ്റിച്ച് ചെയ്തെടുക്കണം കേട്ടോ. അപ്പോൾ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന കൂട്ടുകാരുണ്ടെങ്കിലൊന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് സപ്പോർട്ട് ചെയ്യണേ. പിന്നെ നമ്മളിടുന്ന വീഡിയോസൊക്കെ നിങ്ങൾക്ക് ആവശ്യമുള്ള, അതായത് അറിയാത്ത ഒരു വീഡിയോ ആണെങ്കിൽ എന്തായാലും നിങ്ങൾ സ്കിപ്പ് ചെയ്യാതെ കാണുക. സ്കിപ്പ് ചെയ്തിട്ടുണ്ടെങ്കിൽ അതിൽ പറയുന്ന പല കാര്യങ്ങളും നിങ്ങൾക്ക് അറിയാൻ പറ്റില്ല. അപ്പോൾ അതായിരിക്കും നിങ്ങൾ കമൻ്റായിട്ട് ചോദിക്കുന്നത്. അപ്പോൾ ഒരു വീഡിയോ ചെയ്യാൻ നല്ല പണിയുണ്ട്. അത്യാവശ്യം ബുദ്ധിമുട്ടിയിട്ട് തന്നെയാണ് നമ്മൾ ഓരോ വീഡിയോയും ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ നമ്മൾ വീഡിയോയിൽ പറഞ്ഞിട്ടുള്ള കാര്യം നിങ്ങൾ കമൻ്റായിട്ട് ചോദിക്കരുതെന്ന് പറയുമ്പോൾ ചോദിച്ചിട്ടുണ്ടെങ്കിൽ അപ്പോൾ നമ്മൾ വിചാരിക്കുക വീഡിയോ ഇത്ര കഷ്ടപ്പെട്ട് ചെയ്തിട്ട് നിങ്ങളത് കാണാതെയാണല്ലോ കമൻറ്റ് ചോദിക്കുന്നതെന്നാണ് വിചാരിക്കുന്നത് കേട്ടോ. അപ്പോൾ നമുക്ക് റിപ്ലൈ തരാനുള്ള മടി കൊണ്ടല്ല, വീഡിയോ മാക്സിമം നിങ്ങൾ സ്കിപ്പ് ചെയ്യാതെ കാണുക. സ്റ്റിച്ചിങ് അത്യാവശ്യം അറിയുന്നവർക്ക് ചിലപ്പോൾ അതിൻ്റെ ആവശ്യം ഉണ്ടാവില്ല കേട്ടോ. അപ്പോൾ അവരോടല്ല, അറിയാത്ത ആളുകളുണ്ടാവും. അപ്പോൾ അറിയുന്നവർക്ക് അത് ജസ്റ്റ് ഒന്ന് കണ്ടാൽ തന്നെ മനസ്സിലാവും. പിന്നെ അതിൽ ഡൗട്ടൊന്നും ഉണ്ടാവില്ല. അപ്പോൾ അറിയാത്തവർ ഇതൊന്ന് സ്കിപ്പ് ചെയ്യാതെ കംപ്ലീറ്റ് ആയിട്ട് കാണാം കേട്ടോ. എങ്കിലേ അത് നിങ്ങൾക്കും നല്ല രീതിയിൽ തന്നെ മനസ്സിലാവുള്ളൂ. അപ്പോൾ ഇതായത് കംപ്ലീറ്റ് ആയിട്ട് ഞാൻ പ്ലീറ്റ് ഇട്ടെടുത്തിട്ടുണ്ട്. അപ്പോൾ ഇനി നമ്മൾ ഫസ്റ്റിൽ തുടങ്ങിയിട്ടുള്ള ആ ഒരു വശം ഉണ്ടല്ലോ, നല്ല ക്രോസ് ആയിട്ടിരിക്കുന്ന ആ ഒരു വശം, അപ്പോൾ അവിടെ നമ്മളിതാ ഇതുപോലെ ചുറ്റി തുടങ്ങുക. എന്നിട്ടിത് ഫുള്ളായിട്ട് ഇങ്ങനെ ചുറ്റിയെടുത്താൽ മതി കേട്ടോ. അപ്പോൾ ഇത് ഇങ്ങനെ ചുറ്റിയെടുക്കുമ്പോൾ തന്നെ നമുക്ക് ആ ഒരു ഷേപ്പ് ഇങ്ങനെ കാണുമ്പോൾ തന്നെ ഭയങ്കര സന്തോഷമാണ് കേട്ടോ. കാരണം നമ്മൾ ആ ഒരു റോസാപ്പൂവൊക്കെ ചിത്രത്തിലൊക്കെ വരയ്ക്കുന്ന റോസാപ്പൂവിൻ്റെയൊക്കെ ആ ഒരു ഷേപ്പിൽ ഇങ്ങനെ വരും. അതിൻ്റെ ഈ ഒരു മുകൾ ഭാഗം നല്ല ഭംഗിയാണ് കേട്ടോ. നമുക്ക് നല്ല എന്താ പറയുക, ഇഷ്ടപ്പെട്ട് നമ്മളിത് ചെയ്യുമ്പോൾ നമുക്ക് ഭയങ്കര സന്തോഷമാണ്. ഇത് ഞാനിങ്ങനെ ചുറ്റിയെടുക്കുമ്പോൾ വിചാരിച്ചിട്ടുള്ളത്, ഇതിപ്പോൾ ഇങ്ങനെ ചുറ്റിയിട്ടുള്ള ഈ ഒരു സ്റ്റേജ് ഉണ്ടല്ലോ, അത് തന്നെ കാണാൻ നല്ല ഭംഗിയാണ്. പിന്നെ നമ്മളതിങ്ങനെ ചുറ്റിയെടുക്കും തോറും അതിൻ്റെ ഷേപ്പും മാറിക്കൊണ്ടിരിക്കും. അത്യാവശ്യം നമുക്ക് നല്ല വലുതായിട്ട് എടുക്കാം, അതല്ലെങ്കിൽ നമുക്ക് ചെറുതാക്കിയിട്ടെടുക്കാം, നമ്മളുടെ ഇഷ്ടത്തിനനുസരിച്ച് കേട്ടോ. അപ്പോൾ നമുക്ക് ഏത് സ്റ്റേജ് വരെയാണ് നമുക്ക് വേണ്ടതെന്ന് അത് നമുക്ക് തീരുമാനിക്കാം. അപ്പോൾ അവിടെ എത്തുമ്പോൾ നമ്മളത് കട്ട് ചെയ്തിട്ട് അത്രയും സ്റ്റോപ്പാക്കി വെച്ചാൽ മതി കേട്ടോ. അപ്പോൾ ഇതാ നമ്മളിത് ചുറ്റിയെടുക്കുമ്പോൾ തന്നെ നമ്മളത് സ്റ്റിച്ച് ചെയ്തെടുക്കണം കേട്ടോ. അപ്പോൾ ഒരു സൂചി നൂലും കൂടെ അടുത്ത് വെച്ചിട്ട് സ്റ്റിച്ച് ചെയ്തെടുക്കുക. അപ്പോൾ സ്റ്റാർട്ടിങ്ങിൽ തന്നെ നമുക്ക് തുന്നിയെടുക്കുകയാണെങ്കിൽ ഇത്രയും പ്രയാസമില്ല കേട്ടോ. ഇതിപ്പോൾ ഞാൻ കുറച്ചൊന്ന് ചുറ്റി കഴിഞ്ഞതിന് ശേഷമാണ് അത് തുന്നിയെടുക്കാൻ തുടങ്ങിയിട്ടുള്ളത്. അപ്പോൾ അതുകൊണ്ടാണ് അത് സൂചി ഒന്ന് കയറാൻ പണി. അപ്പോൾ അല്ലെങ്കിൽ നമ്മൾ അവിടെ ഒന്ന് സ്റ്റിച്ച് ചെയ്ത് മറിച്ചെടുത്തതാണല്ലോ, അപ്പോൾ അവിടെ ഒരു ഇത്തിരി കട്ടി ഉണ്ടാവും. ആ ഒരു പ്രയാസം ഉണ്ടാവും നമുക്ക് തുന്നുമ്പോൾ. അപ്പോൾ ബുദ്ധിമുട്ടില്ലാതെ നമുക്ക് തുന്നാനും വേണ്ടിയിട്ട് ഓരോ റൗണ്ടും അതിൻ്റെ മുന്നത്തെ റൗണ്ടിന് ചേർത്ത് തുന്നിയെടുക്കുക കേട്ടോ. അപ്പോൾ നമ്മൾ ഫസ്റ്റ് സ്റ്റാർട്ട് ചെയ്ത ആ ഒരു അറ്റം ഉണ്ടല്ലോ, അത് കുറച്ചൊന്ന് താഴേക്ക് ഇങ്ങനെ തൂങ്ങി നിൽക്കും. അതൊന്ന് കട്ട് ചെയ്തിട്ടൊന്ന് ക്ലിയർ ആക്കിയിട്ടെടുക്കുക കേട്ടോ. ഇനി നമുക്ക് മുകൾ വശം നോക്കണ്ട, നമ്മളിതിങ്ങനെ അതിൻ്റെ മുകൾ വശം താഴോട്ടാക്കി വെച്ചിട്ട് ഇതുപോലെ ഒന്ന് ചുറ്റിയെടുത്താൽ മതി. എന്നിട്ട് ഓരോ റൗണ്ടും ഇതുപോലെ ഇങ്ങനെ തുന്നിയിട്ടെടുക്കുക കൂട്ടത്തിൽ തന്നെ കേട്ടോ. അതുപോലെ ഇങ്ങനെ ഫുള്ളാക്കിയിട്ട് ചുറ്റിയെടുക്കുക. അപ്പോൾ നമുക്ക് എത്ര ഇതിൻ്റെ ഒരു എന്താ പറയുക, ആ റൗണ്ട് എത്ര വേണോ അവിടെ എത്തുമ്പോൾ നമുക്കത് സ്റ്റോപ്പ് ചെയ്യാം കേട്ടോ. ഞാനിപ്പോൾ ഇത് ഫുള്ള് ചുറ്റിയിട്ട് കാണിക്കാം. അപ്പോൾ ഇതാ ഞാനൊരു കുഞ്ഞു ഫ്ലവറും കൂടെ ഉണ്ടാക്കിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇത് ഞാൻ ഉണ്ടാക്കിയിട്ടുള്ളത് 4 ഇഞ്ച് എടുത്തിട്ടാണ്. അപ്പോൾ ഈ വലിയ ഫ്ലവർ 5 ഇഞ്ച് എടുത്തിട്ടാണ് കേട്ടോ ഉണ്ടാക്കിയത്. അതാണ് ഇതിലുള്ള വ്യത്യാസം. അപ്പോൾ ഇത് കണ്ടോ, നല്ല ഭംഗിയായിട്ടില്ലേ കാണാൻ. അപ്പോൾ നിങ്ങളിതൊന്ന് ട്രൈ ചെയ്ത് നോക്കുക.
അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും. അപ്പോൾ നല്ല പതിഞ്ഞ് നിൽക്കുന്ന മെറ്റീരിയലാണെങ്കിൽ ഒന്നും കൂടെ ഭംഗിയുണ്ടാവും കേട്ടോ. അപ്പോൾ വലിയൊരു പീസ് ഇങ്ങനെ ക്രോസായിട്ട് മടക്കിയിട്ട് തന്നെ കട്ട് ചെയ്യണമെന്നില്ല കേട്ടോ. നമുക്ക് ചെറിയ പീസ് വെച്ചിട്ടും ചെയ്യാം. ഇപ്പോൾ ഈ ഒരു പേപ്പറാണ് കേട്ടോ എൻ്റെ കയ്യിൽ കിട്ടിയത്. അപ്പോൾ അത് വെച്ചാണ് ഞാൻ കാണിക്കുന്നത്. ആദ്യം നമുക്ക് ഇതുപോലെ ക്രോസായിട്ടൊന്ന് ഫോൾഡ് ചെയ്ത് കൊടുക്കുക. അതല്ലെങ്കിൽ നമ്മൾ ഫ്രോക്കിനൊക്കെ ചെയ്യുന്ന പോലെ ആദ്യം ഒന്ന് സ്ക്വയറിൽ തന്നെ ഒന്ന് ഫോൾഡ് ചെയ്തെടുക്കുക. അതിനുശേഷം നമുക്കിതുപോലെ ക്രോസായിട്ട് എടുക്കാം. അങ്ങനെ ആകുമ്പോൾ നമുക്ക് 2 പീസ് വെച്ചിട്ട് ഒന്നിച്ച് തന്നെ കിട്ടും കേട്ടോ. അതല്ലെങ്കിൽ നമുക്ക് ഓരോ പീസാണല്ലോ കിട്ടുക. അപ്പോൾ ഇനി ഇതിൻ്റെ ഈ അരികു വശം ഒന്ന് കട്ട് ചെയ്തെടുത്താൽ നമുക്ക് അതിൻ്റെ ആ ഒരു അറ്റം ക്രോസായിട്ട് തന്നെ കിട്ടും കേട്ടോ. അപ്പോൾ ഇതാണ് ഞാൻ ഫസ്റ്റിൽ പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ ഇതിൻ്റെ ഈ അരികു വശം ഒന്ന് ചെറുതായിട്ടൊന്ന് കട്ട് ചെയ്ത് കൊടുക്കുക. ഒരു 1/4 ഇഞ്ച് വെച്ചിട്ട് നമുക്ക് അവിടെ ഒന്ന് ഓപ്പൺ ആക്കിയിട്ട് എടുത്താലും മതി കേട്ടോ. ഇങ്ങനെ കട്ട് ചെയ്യുക, അല്ലെങ്കിൽ നമുക്ക് ഉള്ളിലൂടെ ഇങ്ങനെ കത്രിക ഇട്ടിട്ടേ ഓപ്പൺ ആക്കിയിട്ട് എടുത്താലും മതി. ഇനി നമുക്ക് ഇവിടുന്ന് അങ്ങോട്ട് നമുക്ക് എത്രയാണോ വേണ്ടത് ആ അളവ് വെച്ചിട്ട് നമുക്ക് മാർക്ക് ചെയ്തിട്ടൊന്ന് കട്ട് ചെയ്തെടുക്കാം. ഇതിപ്പോൾ കട്ട് ചെയ്തത് ആ എക്സ്ട്രാ ഉള്ള പീസാണ് കേട്ടോ. അപ്പോൾ നമുക്കിതാ ഇതുപോലെ ഒന്ന് കട്ട് ചെയ്ത് കൊടുക്കാം നമ്മളുടെ അളവിനനുസരിച്ചിട്ട്. അപ്പോൾ കട്ടിങ് ഇത്ര പണിയേ ഉള്ളൂ കേട്ടോ. അപ്പോൾ നമ്മൾ ആദ്യം ചതുരത്തിൽ മടക്കിയത് കൊണ്ടാണ് ഇതിലുള്ള ഒരു പീസിൻ്റെ ഇവിടെ ഇങ്ങനെ ജോയിൻ്റായി നിൽക്കുന്നത്. അപ്പോൾ അവിടെ ഒന്ന് കട്ട് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് നമുക്ക് മറ്റതൊക്കെ ചെയ്ത പോലെ തന്നെ ചെയ്യാം. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയൊക്കെയാണ്. അപ്പോൾ വീഡിയോ യൂസ്ഫുൾ ആയിട്ടുണ്ടെങ്കിൽ മറക്കാതെ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന കൂട്ടുകാരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് സപ്പോർട്ട് ചെയ്യുക. നെക്സ്റ്റ് നല്ലൊരു വീഡിയോ ആയിട്ട് കാണാം.